പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഏപ്രിൽ മാസം 22-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നിങ്ങൾ കടന്നു പോകുന്ന മരുഭൂമികൾ നിങ്ങളെ ശക്തരാക്കും. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക്, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് നമുക്ക് മുമ്പിൽ വെളിപ്പെടുന്ന മരുഭൂമികൾ നമ്മെ ശക്തീകരിക്കുന്നതാണ്. ആ തലത്തിൽ നിന്നുകൊണ്ട് ഈ പ്രാരംഭമായി വായിച്ച വാക്യം, യേശു ഇത പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തുകയാണ്. 40 ദിവസം വിവിധ പരീക്ഷകളിലൂടെ യേശു കടന്നു പോകുന്നു. ഈ വചനം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ പ്രഭാതത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന മരുഭൂമികളിൽ നാം ശക്തിപ്പെട്ടവരായി, നാം അത്ഭുതം കണ്ടവരായി പുറത്തു വരാൻ പോവുകയാണ്. ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന മരുഭൂമികളിൽ നിങ്ങൾ ഭാരപ്പെടരുത്. അസാധാരണമായ ദൈവപ്രവർത്തികളിലേക്ക്, ദൈവത്തിൻ്റെ വഴികളിലേക്ക് നിങ്ങളെ നടത്താൻ പോകുന്ന അനുഭവമാണ്. ആ തലത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ഇതാ ആത്മാവ് നിറഞ്ഞവനായി എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ പോകുന്നതിന് മുമ്പേ ഇതാ ഒരു അഭിഷേകം യേശുവിൻ്റെ മേളിൽ വീഴുകയാണ്. ആ അഭിഷേകത്താൽ 40 ദിവസം മരുഭൂമിയിൽ വിവിധ പരീക്ഷകളിലൂടെ കടന്നു പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന മരുഭൂമിക്ക് തുല്യമായ അവസ്ഥകളിൽ നിങ്ങൾ ഭാരപ്പെടരുത്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. എന്നാൽ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ താഴോട്ടുള്ള വാക്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ 13, 14 വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. 14-ാമത്തെ വാക്യം, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. മരുഭൂമിയിൽ നിന്ന് നീ പുറത്തു വരുന്നത് ശക്തിയോടുകൂടി ആയിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന മരുഭൂമികൾ നമ്മെ ശക്തിപ്പെടുത്താനുള്ളതാണ്, നമ്മെ അത്ഭുതത്തിലേക്ക് നടത്താനുള്ളതാണ്. ആ നിലയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇതാ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ കർത്താവ് തൻ്റെ വാഗ്ദത്തത്തിലേക്ക്, അല്ലെങ്കിൽ പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇതാ ദൈവം ഇറങ്ങി വരികയാണ്. അവർ മുമ്പോട്ട് പോകുമ്പോൾ ഫറവോൻ അവരെക്കുറിച്ച് പറയുന്നത് അവർ മരുഭൂമിയിൽ കുടുങ്ങി എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, നമുക്ക് ആ വാക്യത്തിലേക്ക് ഓടി വരാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 3-ാമത്തെ വാക്യം, എന്നാൽ അവർ ദേശത്തിൽ ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും. പുറമേ നിന്ന് നോക്കുമ്പോൾ വാഗ്ദത്തം കേട്ട ജനമിതാ
മരുഭൂമിയിൽ കുടുങ്ങിയതുപോലെ ദേശത്തിൽ ഉഴലുന്ന പോലൊരു അനുഭവത്തിലാണ്. പക്ഷേ ഈ മരുഭൂമി ഇവരുടെ ജീവിതത്തിൽ ലോകം ഇന്നുവരെയും കാണാത്ത ഏറ്റവും വലിയ അത്ഭുതമായി മാറാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുമ്പോൾ മുമ്പിലും പിൻപിലും ഒരു വഴി കാണാതെ മരുഭൂമിയിൽ കുടുങ്ങിയതുപോലെ ഇനി വഴിയൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ദൈവം അനുവദിച്ച മരുഭൂമികൾ വലിയ അത്ഭുതമായി മാറാൻ പോവുകയാണ്, വലിയ ദൈവപ്രവൃത്തിയായി മാറാൻ പോവുകയാണ്. എന്നോട് ദൈവം പറഞ്ഞത് ഈ മരുഭൂമി നിന്നെ തകർക്കാനല്ല, ഇതുവരെയും ഭൂപടത്തിൽ കാണാത്ത വലിയ അത്ഭുത വഴിയായി ഇതാ ചെങ്കടൽ രണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം അനുവദിക്കുന്ന മരുഭൂമികൾ വലിയ അത്ഭുതത്തിൻ്റെ വഴിയാകാൻ പോവുകയാണ്. ലോകത്തിൽ ഇന്നുവരെയും ആരും കാണാത്ത, ആരും പ്രവചിക്കാത്ത ഒരു അത്ഭുത വഴി ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ മരുഭൂമിയിൽ ദൈവം വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. അതേ നിലയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ ഇതാ അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്ത് ഹഗാറിനെയും ഇശ്മായേലിനെയും ബെർശേബ മരുഭൂമിയിലേക്ക് വിടുകയാണ്. നമുക്കൊരുമിച്ച് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ച് കുട്ടിയും കൊടുത്ത് അവളെ അയച്ചു. അവർ പുറപ്പെട്ടു പോയി ബെർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ഈ വാക്യങ്ങളൊക്കെ നാം ചിന്തിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, ഈ മരുഭൂമികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ലോകം പറയുന്നത് തീർന്നു എന്നാണ്, ലോകം പറയുന്നത് അവസാനിച്ചു എന്നാണ്. പക്ഷേ ദൈവം അനുവദിക്കുന്ന മരുഭൂമിയിലൂടെയാണ് നീ കയറി ഇറങ്ങുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ശക്തി പ്രാപിച്ച് പുറത്തു വരാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ ഇതുവരെയും കാണാത്ത വഴിയുമായി നീ പുറത്തു വരാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും കാണാത്ത ഉറവയുമായി നീ പുറത്തു വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് മരുഭൂമിക്ക് തുല്യമായ അനുഭവത്തിലാണെങ്കിൽ ഭാരപ്പെടരുത്. ഇതാ നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇപ്പോൾ ദൈവം അയക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അവൻ മരുഭൂമിയിൽ വഴി തുറക്കുന്നവരാണ്. യെശയ്യാവ് 43-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജല പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. മരുഭൂമിയിൽ വഴിയില്ലെന്ന് പറയുന്നിടത്ത് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വഴിയൊരുക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നലകളുടെ അവസ്ഥകളെ മറന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന അത്ഭുതത്തെ സ്വീകരിക്കുവാൻ ഈ പ്രഭാതത്തിൽ ഒരുങ്ങുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന മരുഭൂമി ഇതാ ഒരു വലിയ ഉറവയായി, വലിയൊരു അത്ഭുതമായി നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ പുറത്തു വരാൻ പോകുന്നു. ഹാഗാർ ഇശ്മായേലുമായിട്ട് ബെർശേബ മരുഭൂമിയിൽ ഉഴന്നു. ഇതാ തുരുത്തിയിലെ വെള്ളം തീരുകയാണ്. അടുത്ത ഭാഗങ്ങൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ മരണം കാണാൻ വയ്യാതെ അവൾ ഒരു അമ്പിൻപാട് ദൂരത്ത് പോയിരുന്ന് കരയുകയാണ്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന്, ഹാഗാറെ നിനക്കെന്ത്? ഇതാ ബാലന്റെ നിലവിളി സ്വർഗം കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണിനെ തുറന്നു. അവൾക്ക് അവിടെ ഒരു ഉറവ കാണാൻ പറ്റി. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മരുഭൂമിയിൽ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഞെരുക്കം, കണ്ണുനീര്, വഴിയടഞ്ഞ അനുഭവങ്ങൾ നിങ്ങൾക്കൊരത്ഭുതമായി മാറാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മരുഭൂമിയിൽ ഒരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ മരുഭൂമികളെ അനുവദിച്ചവൻ നിങ്ങളെ ശക്തിപ്പെടുത്തി പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഒന്ന് കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് ബലപ്പെടുത്തണമേ അപ്പ. അങ്ങ് അത്ഭുതത്തിലേക്ക് കൊണ്ടുവരണമേ. അങ്ങ് ഇവരുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത ചില വഴികളും ഉറവകളും തുറക്കാൻ പോകുന്നതിനായി മാമി. ഇവരെ ശക്തീകരിച്ച് ബലപ്പെടുത്തി അഭിഷേകം ചെയ്തുകൊണ്ട് പുറത്തു കൊണ്ടുവരുന്നതിനായി മാമി. മോശെ മരുഭൂമിയിൽ അഭിഷേകം ചെയ്തതുപോലെ ഞാൻ വിശ്വസിക്കുന്നു ഇവരെ അങ്ങ് അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവരികയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി മാമി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരെ, അതേപോലെ തന്നെ ഈ പ്രഭാതത്തിൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ ഈ യൂട്യൂബ് ലിങ്കുകൾ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ അയച്ചു കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം നിലയിലും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.